ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, ഇതിനകത്ത് രാഷ്ട്രീയവും തമാശയും മാത്രമേ ഉള്ളൂ, അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല. അതായത് 1960 നിയമം കൊണ്ടുവന്നത് ജവഹർലാൽ നെഹ്റുവാണ്. ജവഹർലാൽ നെഹ്റു കൊണ്ടുവന്ന ആ നിയമത്തിന്റെ സെക്ഷൻ 28 പ്രകാരം രാജ്മോഹൻ സാർ വളരെ വളരെ പൊതിഞ്ഞു സംസാരിച്ചു. അതായത് ഒരു കോഴിയെയോ പശുവിനെയോ ആടുമാടിനെയോ ഒരു അമ്പലത്തിന്റെയോ പള്ളിയുടെയോ മുന്നിൽ വെച്ച് ബലി കൊടുത്താൽ അതിനെ തടസ്സപ്പെടുത്താൻ നമുക്ക് അധികാരമില്ല. അതായത് പ്രാകൃതമായ മൃഗബലി എന്ന് പറയുന്ന ആചാരം അനുവർത്തിച്ചുകൊള്ളാൻ അനുവാദം കൊടുത്തുകൊണ്ടാണ് 1960 നിയമം വന്നത്. അപ്പോ ഈ അടുത്ത വിഷയം എന്ന് പറഞ്ഞാൽ 1960 നിയമം വന്നതിന് ശേഷം റൂൾസ് വരേണ്ടത് പാർലമെന്റ് അല്ല റൂൾസ് പാസ്സാക്കേണ്ടത്, അത് ഗവൺമെന്റുകളാണ് റൂൾസ് പാസ്സാക്കേണ്ടത്, പാർലമെന്റ് അല്ല. 57 വർഷം കഴിഞ്ഞു. 60 ജവഹർലാൽ നെഹ്റുവിന് ശേഷം 57 വർഷം ഭരിച്ചത് BJP അല്ല. എന്തുകൊണ്ട് 57 വർഷം റൂൾ ഉണ്ടായില്ല അതറിയില്ല, വേറൊരു വശം. അതിനുശേഷം സുപ്രീം കോടതിയിൽ വന്ന കേസിന്റെ പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത് നേപ്പാളിലെ ഒരു മതാചാരത്തിന്റെ ഭാഗമായി വാട്സാപ്പ് കാണുന്ന സുഹൃത്തുക്കൾക്ക് അറിയാമായിരിക്കും, എരുമകളെല്ലാം വെട്ടിക്കൊല്ലുന്ന ആളുകൾ വാളുമായി നടന്ന് എരുമകളെ വെട്ടിക്കൊല്ലുന്ന ഒരു ദൃശ്യം നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഈ ഒരു സംഗതിയാണ്. അതായത് ഇന്ത്യയിൽ നിന്നും വലിയ തോതിൽ എരുമകളെ, അതായത് പ്രത്യേക വംശത്തിൽപ്പെടുന്നതോ ചില സംരക്ഷിക്കപ്പെടുന്ന ചില വംശങ്ങൾ അടക്കമുള്ള എരുമകളെ എല്ലാം വ്യാപകമായി നേപ്പാളിലേക്ക് കടത്തിക്കൊണ്ടുപോയി വാളുമായി നടന്ന് ചെറിയ പിള്ളേർ അവയെല്ലാം വെട്ടിക്കൊന്ന് മതത്തിന്റെ പേരിൽ ആചരിക്കുന്ന ഒരു ഉത്സവമുണ്ട് അവിടെ. ആ ഉത്സവത്തിന്റെ ഭാഗമായി ഇന്ത്യയിൽ നിന്ന് പോകുന്നത് ലക്ഷക്കണക്കിന് ആടുമാടുകളാണ്, പശുക്കളല്ല, കൂടുതലും എരുമകളും പോത്തുകളാണ്. അപ്പൊ അതിനെ സംബന്ധിച്ചുണ്ടായ ഒരു സുപ്രീം കോടതി കേസിന്റെ ഭാഗമായിട്ടാണ് ഈ 60 നിയമത്തിന്റെ മേലെ 57 വർഷമായിട്ട് അല്ലെങ്കിൽ 50 വർഷത്തിലധികമായിട്ട് എന്തുകൊണ്ട് റൂൾ ഉണ്ടാക്കിയില്ല എന്നൊരു ചോദ്യം ആദ്യമായി ഉയരുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് റൂൾ ഉണ്ടാക്കുന്നത്. പിന്നെ അടുത്തൊരു വിഷയം, ഈ ഫെഡറൽ സംവിധാനം പറയുന്ന രാജ്മോഹൻ സാറിനെയും സുജാത മാഡത്തിനെയും എനിക്ക് വലിയ ബഹുമാനമാണ്. ഈ ഡ്രാഫ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടല്ലേ ഈ റൂൾ ഉണ്ടാക്കിയത്? എന്താ നിങ്ങൾ CPM-ഉം കോൺഗ്രസും ഇതിനെതിരെ ഒബ്ജക്ഷൻ ഫയൽ ചെയ്യാത്തത്? വായിച്ചാൽ മനസ്സിലാവുന്ന ആരുമില്ല, ആരും ഇത് അറിഞ്ഞില്ലേ, ചെയ്തില്ല. ഈ പറഞ്ഞ രാഷ്ട്രീയ പാർട്ടികൾ ഡ്രാഫ്റ്റ് പബ്ലിഷ് ചെയ്ത സമയത്ത് ഞങ്ങൾക്ക് ഇന്ന ഒബ്ജക്ഷൻ ഉണ്ട് എന്ന് ഉന്നയിച്ചിരുന്നോ? ഇല്ലല്ലോ. BJP കൊണ്ടുവന്നതിലൊരു നല്ല വശമുണ്ട്. എന്താ നല്ല വശം? ഈ ഒരു ഏത് മതത്തിന്റെ ആണെങ്കിലും ആ പേരും പറഞ്ഞ് കോഴിയോ കന്നുകാലിയോ ആടിനെയോ മാടിനെയോ ഒക്കെ കശാപ്പ് ചെയ്യുന്നത് നിരോധിച്ചു, അത് ചെയ്യാൻ പാടില്ല എന്ന് റൂളിൽ പറഞ്ഞു. ആക്ടിലില്ല. മൃഗബലി എന്ന് പറയാം നമുക്ക്. ആ മൃഗബലി നിരോധിച്ചു. അതായത് ഒരു കാര്യം പോസിറ്റീവാണ്, അത് മിണ്ടിയില്ല, നെഗറ്റീവാണ്, അത് മിണ്ടുന്നു. രാഷ്ട്രീയമല്ല. ചില കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ BJP-കാരനാവും, ചിലപ്പോൾ പറയുമ്പോൾ ഞാൻ കോൺഗ്രസ്സുകാരനാവും, ചിലപ്പോൾ പറയുമ്പോൾ ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനാവും. ഞാൻ പറയുന്നത് വേറൊന്നുമല്ല, ഞാൻ പറയുന്ന നിയമമാണ് ഫുഡ് സേഫ്റ്റി ആക്ട്. ഫുഡ് സേഫ്റ്റി ആക്ടിന് അതിനെക്കുറിച്ച് എതിർപ്പുള്ള ഏതെങ്കിലും ഒരു വ്യക്തിയോ രാഷ്ട്രീയ സംഘടനയോ ഇവിടെ ഉണ്ടോ? ഇല്ല. പക്ഷേ ഫുഡ് സേഫ്റ്റി ആക്ട് കേരളത്തിൽ കൃത്യമായി നടപ്പിലാക്കാൻ ഒരാൾ നട്ടലുറപ്പോടെ മുന്നോട്ട് വന്നാൽ പിറ്റേ ദിവസം മുതൽ നമുക്കാർക്കും മാംസം കിട്ടില്ല. ഫുഡ് സേഫ്റ്റി ആക്ട് പ്രകാരം എങ്ങനെയായിരിക്കണം കശാപ്പുശാല, കശാപ്പിനായി കൊണ്ടുവരുന്ന മൃഗങ്ങളെ എങ്ങനെ പരിപാലിക്കണം, എങ്ങനെ സംരക്ഷിക്കണം എന്ന് കൃത്യമായി പറഞ്ഞിട്ടുള്ള ആ നിയമത്തിൽ ആർക്കും ആക്ഷേപമില്ലെങ്കിൽ കേരളത്തിലെ ഭരണ സംവിധാനത്തിന് ആ ഫുഡ് സേഫ്റ്റി ആക്ട് നടപ്പാക്കാൻ നട്ടലുണ്ടെങ്കിൽ ഇനി കുറഞ്ഞപക്ഷം ഒരു വർഷമെടുക്കും ഫുഡ് സേഫ്റ്റി ആക്ട് പ്രകാരമുള്ള അബാറ്റീസ് അടക്കം കേരളത്തിൽ സ്ഥാപിച്ച് അതുപോലുള്ള കാര്യങ്ങൾ ചെയ്തു വരാൻ വേണ്ടി.